ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 20 ചൊവ്വാഴ്ചയാണ്. ഇന്നലെ US മാർക്കറ്റുകൾ ഓപ്പൺ ആയിരുന്നില്ല, അവിടെ ഇന്നലെ അവധിയായിരുന്നു. മറ്റൊരു കാര്യമുള്ളത്, ഗോൾഡ്മാൻ സാച്ചസ് 2024 S&P 500ന്റെ ടാർഗറ്റ് ഉയർത്തിയിരിക്കുന്നു. പോസിറ്റീവായിട്ട് തന്നെ കാണാം. ഇന്നലെ US മാർക്കറ്റുകൾ അവധിയായതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ദിശ നമ്മുടെ മാർക്കറ്റിന് കാണാൻ കഴിയുന്നില്ല. ഇന്ന് ഒരു മ്യൂട്ടഡ് ഓപ്പണിങ്ങിനാണ് ഇപ്പോഴത്തെ നില വെച്ച് സാധ്യതയുള്ളത്. മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ കാര്യങ്ങൾ ഇന്ന് പങ്കുവയ്ക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെയും കാണുക. വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ആദ്യത്തെ സെഗ്മെന്റിലേക്ക് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ നോക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തലസ്ഥാനത്ത് നടന്നു വരുന്ന കർഷക സമരവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. സർക്കാർ എടുത്ത ചില നിർണായക തീരുമാനങ്ങളിലേക്ക് വരാം. ചോളം, പരുത്തി, പഴവർഗ്ഗങ്ങൾ എന്നിവയിൽ മിനിമം സപ്പോർട്ട് പ്രൈസ് 5 വർഷത്തേക്ക് നൽകാം എന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു. പഴവർഗ്ഗങ്ങൾ, ചോളം എന്നിവയ്ക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് നൽകിയതുകൊണ്ട് ഇറക്കുമതിയിൽ കൂടുതലായി ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ കഴിയും എന്നും സർക്കാർ പറയുന്നു. എന്നാൽ കർഷകരുടെ കാര്യത്തിലേക്ക് വന്നാൽ ഏകദേശം 2 ഡസനോളം വിളകൾക്ക് നിയമം ഉറപ്പാക്കുന്ന മിനിമം സപ്പോർട്ട് പ്രൈസ് അവർ നടപ്പിലാക്കണം എന്നാഗ്രഹിക്കുന്നു. എന്തായാലും കർഷക സംഘടനകൾ സർക്കാരിന്റെ വാഗ്ദാനം പരിഗണിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു തീരുമാനത്തിലെത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊരു വാർത്തയുള്ളത്, ഉത്തർപ്രദേശിലെ ആഗോള നിക്ഷേപ ഉച്ചകോടിക്കിടെ 14,000 കോടി രൂപയുടെ പുതിയ പദ്ധതി പ്രഖ്യാപിച്ച് ശ്രീ നരേന്ദ്രമോദി. നിർമ്മാണം, പുനരുപയോഗ ഊർജ്ജം, ഭക്ഷ്യ സംരക്ഷണം, ഭവന നിർമ്മാണം, ഹോസ്പിറ്റാലിറ്റി, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലായി 14,000 കോടി രൂപയുടെ പദ്ധതികൾ സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കൂടാതെ വിവിധ മേഖലകളിൽ ഈ വളർച്ച കാണാം എന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു, കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു, വ്യാപാരം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ മെച്ചപ്പെട്ടു, ബിസിനസ് സംസ്കാരം മെച്ചപ്പെട്ടു എന്നിങ്ങനെ അദ്ദേഹം പറയുകയുണ്ടായി. കൂടാതെ സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾക്കും അദ്ദേഹം വളരെ വലിയൊരു പിന്തുണ നൽകുന്നു. എന്തായാലും UPയുമായി ബന്ധപ്പെട്ട കുറച്ച് കമ്പനികൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. മറ്റൊരു വാർത്തയുള്ളത്, ചൈനയുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് 30 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ എന്നൊരു വാർത്തയാണ്. ചൈനയിലെ നെറ്റ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് 2023 $33 ബില്യൺ കുറഞ്ഞു. 2022 നിന്ന് 80% ഇപ്പോൾ കുറവുണ്ടായിരിക്കുന്നത്. തുടർച്ചയായ 2ാമത്തെ വർഷവും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിൽ ഒരു ഇടിവ് കാണാൻ സാധിച്ചു. ഇപ്പോഴത്തെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ കുറവ് പരിശോധിക്കുകയാണെങ്കിൽ വിദേശ കമ്പനികൾക്കായുള്ള വർദ്ധിച്ച സൂക്ഷ്മ പരിശോധനയും നിയന്ത്രണങ്ങളും ഉത്കണ്ഠ സൃഷ്ടിക്കുന്നതായി ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റേഴ്സ് പറയുന്നുണ്ട്. കൂടാതെ US-ഉം ചൈനയും തമ്മിലുള്ള നിലവിലുള്ള വ്യാപാര സംഘർഷങ്ങളും ഈ ഇടിവിന് കാരണമായി പറയുന്നു. എന്തായാലും ചൈനയുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിലെ കുറവ് ഇന്ത്യക്ക് ഗുണകരം തന്നെയാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഷെയർ ചെയ്ത്. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഒത്തിരിയേറെ വിലയേറിയ ഇൻഫർമേഷൻസ് രാവിലെ തന്നെ നിങ്ങൾക്ക് എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാ ദിവസവും നോട്ടിഫിക്കേഷനായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മാത്രമല്ല നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് വളരെ കുറവാണ്, അതുകൊണ്ട് ലൈക്ക് കൂടി ചെയ്യുക. നിഫ്റ്റി അങ്ങനെ പുതിയ ഓൾ ടൈം ഹൈ കൂടി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇന്നലെ 22,186 എന്ന ഓൾ ടൈം ഹൈ ആണ് പുതുതായി രചിച്ചത്. നിഫ്റ്റി 22,122 0.37% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ പ്രീ മാർക്കറ്റിൽ പറഞ്ഞതുപോലെ 22,100 മുതൽ 22,150 വരെയുള്ള സോൺ പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞിരുന്നു. കൃത്യമായി ഏകദേശം ആ സോണിൽ എത്തിയ നിഫ്റ്റി വീണ്ടും താഴേക്ക് വരികയുണ്ടായി. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഒരു അപ്വേർഡ് സ്ലോപ്പിൽ സൈഡ് വേസ് ബുള്ളിഷ് മൊമെന്റമാണ് കാണിക്കുന്നത്. RSI ഇപ്പോൾ 62-ലാണുള്ളത്. ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് അതിലും കാണാൻ കഴിയുന്നത്. കൂടാതെ ഡെയിലി ചാർട്ടിൽ ഒരു അസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേൺ ഫോം ആവുന്നുണ്ട്, അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇനി കാര്യങ്ങൾ ഒരു വശത്ത് ഇങ്ങനെ പോസിറ്റീവായി പോകുന്നുണ്ടെങ്കിലും മറ്റൊരു വശം കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. ഹവർലി ചാർട്ടിൽ ഒരു നെഗറ്റീവ് ക്രോസ് ഓവറാണ് കാണിക്കുന്നത്. അത്തരത്തിൽ ഒരു കറക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ നിഫ്റ്റി വരാൻ സാധ്യതയുള്ള ഒരു ലെവൽ 21,970 മുതൽ 21,930 വരെയുള്ള സോണാണ്. കാരണം ഫെബ്രുവരി 16 നിഫ്റ്റി ക്രിയേറ്റ് ചെയ്ത ഒരു ഗ്യാപ്പ് ഈ സോണിലാണുള്ളത്. അതുകൊണ്ട് ആ സോൺ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അപ്സൈഡിലെ ക്രൂഷ്യലായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു സോൺ എന്ന് പറയുന്നത് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്ന 22,100 മുതൽ 22,150 വരെയുള്ള സോണാണ്. അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 22,250 മുതൽ 22,300 വരെയുള്ള സോൺ പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുണ്ട്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 22,050 മുതൽ 22,000 വരെയുള്ള ലെവൽ പ്രധാനപ്പെട്ടതാണ്. ഡേ ക്യാൻഡിൽ അപ്പർ ലോവർ വിക്കോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. അപ്പർ ലോവർ വിക്ക് എന്നത് ഒരു ഇൻഡിസിഷൻ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക്
ആദ്യം കോൾ സൈഡിൽ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ആദ്യത്തെ സ്ട്രൈക്ക് 23,000-ലാണ്. അതിനുശേഷം 22,600 സ്ട്രൈക്കിലും അതിനുശേഷം 22,100 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 22,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 21,900 സ്ട്രൈക്കിലും അതിനുശേഷം 22,100 സ്ട്രൈക്കിലുമാണുള്ളത്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു സപ്പോർട്ടിന് സാധ്യതയുള്ളത് 22,000 ലെവലും അതുപോലെ റെസിസ്റ്റൻസിന് സാധ്യതയുള്ളത് 22,600-മാണ്. അടുത്തത് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് പരിശോധിക്കുന്നത്. ആദ്യം 22,100 സ്ട്രൈക്കിൽ 121% വർധനവാണ് പുട്ട് സൈഡിലുള്ളത്. അതായത് ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 21% വർധനവാണ് കാണുന്നത്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. 22,050 സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ 29% വർധനവുണ്ട്. ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ് ആ സ്ട്രൈക്കിലുള്ളത്. എന്നാൽ കോൾ സൈഡിലേക്ക് വന്നാൽ 20% ഇടിവാണുള്ളത്. ഒരു ഷോർട്ട് കവറിംഗ് ആണ് ആ സ്ട്രൈക്കിലുള്ളത്. അടുത്തതായി 22,150 സ്ട്രൈക്കിൽ 91% വർധനവ് പുട്ട് സൈഡിൽ കാണാം. അതായത് അവിടെയും ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ്. കോൾ സൈഡിലേക്ക് വന്നാൽ 65% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് ആ സ്ട്രൈക്കിലുമുണ്ട്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ പുട്ട് സൈഡ് തന്നെയാണ് കൂടുതൽ സ്ട്രോങ് എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 46,535-ൽ 0.32% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഡോജി ക്യാൻഡിലാണ് ഇന്നലെ ഫോം ആയിരിക്കുന്നത്. അതും സൂചിപ്പിക്കുന്നത് ഒരു ഇൻഡിസിഷൻ തന്നെയാണ്. റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 46,700-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 46,000 ലെവലുമാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം കോൾ സൈഡിൽ 47,000-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 46,500 സ്ട്രൈക്കിലും അതിനുശേഷം 48,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 46,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 45,000 സ്ട്രൈക്കിലും അതിനുശേഷം 46,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 47,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 46,500-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് അങ്ങനെ തുടർച്ചയായ 4 ദിവസത്തെ ഇടിവിന് ശേഷം ഇന്ത്യ വിക്സ് ഉയർന്നു. ഇന്നലെ 16.02 എന്ന നിലയിൽ 5.22% ഉയർന്നായിരുന്നു ക്ലോസ് ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം ഇന്നലെ വന്ന ഒരു റിസൾട്ടിലേക്കാണ്. CIE ഓട്ടോമാറ്റീവ് ഇന്ത്യ കമ്പനിയുടെ കഴിഞ്ഞ ക്വാർട്ടറിലെ നെറ്റ് പ്രോഫിറ്റ് 177 കോടി രൂപയാണ്. അതായത് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ 9.1% ഇടിവാണ് നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 0.3% ഇടിവാണ് വന്നിരിക്കുന്നത്. 2,240.4 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകൾ. ആദ്യം വേൾപൂൾ ബ്ലോക്ക് ഡീലിലൂടെ പ്രൊമോട്ടർ വേൾപൂളിലെ 24% ഇക്വിറ്റി ഓഹരികൾ വിൽക്കാൻ സാധ്യതയുണ്ട്. ഈ ബ്ലോക്ക് ഡീലിൻ്റെ ഒരു സൈസ് എന്ന് പറയുന്നത് $451 മില്യൺ ആയിരിക്കും. മാത്രമല്ല ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്ന 1,230 രൂപയാണ്. അതായത് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഏകദേശം ഒരു 7% താഴെയാണ് ഈ പ്രൈസ്. മറ്റൊരു കമ്പനി ദീപക് നൈട്രേറ്റ് ആൻഡ് പെട്രോ കെമിക്കൽസ് കോർപ്പറേഷനാണ്. കമ്പനി ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് LNG ദീർഘകാല വിതരണ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. നോർവേ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു അന്താരാഷ്ട്ര ഊർജ്ജ കമ്പനിയായ ഇക്വിനോറുമായാണ് കരാർ ഒപ്പിട്ടത്. 2026 മുതൽ 15 വർഷ കാലയളവിലേക്കാണ് കരാർ. അടുത്തത് NBCC ഇന്ത്യ കമ്പനിക്ക് 369 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ ലഭിച്ചു. വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ്. മറ്റൊരു കമ്പനി അപ്പോളോ മൈക്രോ സിസ്റ്റംസ് കമ്പനി അവരുടെ പുതിയ ഇൻ്റഗ്രേറ്റഡ് പ്ലാൻ ഫോർ ഇൻജീനിയസ് ഡിഫൻസ് സിസ്റ്റംസ് IPIDS തറക്കല്ലിടൽ ചടങ്ങ് നടത്തി. പദ്ധതി ചെലവ് 210 കോടി രൂപയാണ്. മറ്റൊരു കമ്പനി മാരിക്കോയാണ്. മാരിക്കോ അവരുടെ സഫോള ഓട്സ് സ്വീറ്റ് വോട്ട്സ് കാറ്റഗറിയിൽ വിപണിയിൽ ഇറക്കുന്നു. കൂടാതെ 4 പുതിയ ഗോർമെൻറ്റ് ഫ്ലേവർ കൂടി അവർ വിപണിയിൽ ഇറക്കുന്നു എന്നൊരു വാർത്തയാണ്. പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. ഇനി ഇന്ന് F&O സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്കുകൾ. ആദിത്യ ബിർള ഫാഷൻ ആൻഡ് റീറ്റെയിൽ, അശോക് ലൈലൻഡ്, ബന്ധൻ ബാങ്ക്, കാനറ ബാങ്ക്, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഇന്ത്യ സിമെൻറ്റ്, ഇൻഡസ് ടവേഴ്സ്, നാഷണൽ അലുമിനിയം, സെയിൽ, സി എൻ്റർടൈൻമെൻറ്റ് എന്നീ കമ്പനികളാണ്. നിരവധി സ്റ്റോക്കുകളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് രാവിലെ 9 മണി മുതൽ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ കൊടുക്കാറുണ്ട്. ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 10 മണി മുതൽ 3:30 വരെയാണ്. ഒത്തിരിയേറെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെഷൻ തന്നെയാണ്. അപ്പോൾ രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്ത F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും ഒരു പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം വലിയ ബമ്പർ ഹിറ്റായ ഒരു സ്വിംഗ് സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. MRPL ഫെബ്രുവരി 15-നായിരുന്നു സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നത്. വെറും 3 ദിവസം കൊണ്ട് 29% റിട്ടേൺ ആണ് സ്റ്റോക്കിൽ നിന്ന് ലഭിച്ചത്. ഒരു ബമ്പർ ഹിറ്റായ സ്റ്റോക്ക് തന്നെയാണ്. 223 എന്ന നിലയിൽ എൻട്രി എടുത്തു. 287.8 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. 29% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി മാത്രം ലഭിച്ചു. ഇനി ഒത്തിരിയേറെ സ്റ്റോക്കുകൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയുണ്ടായി. ആ സ്റ്റോക്കുകളിലേക്ക്
ആദ്യം L&T എൻട്രി എടുക്കുന്ന 3340 എന്ന നിലയിൽ ഫെബ്രുവരി 16 എൻട്രി എടുത്ത് 3408 വരെ സ്റ്റോക്ക് അപ്പായി ഏകദേശം 2% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് റെയിൽടെൽ ആയിരുന്നു. ജനുവരി 15 സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുത്ത് 385 എന്ന നിലയിൽ എൻട്രി എടുത്തു 408 വരെ സ്റ്റോക്ക് അപ്പായി ഏകദേശം 5.9% സ്റ്റോക്കിൽ നമുക്ക് കേവലം ചുരുങ്ങിയ ദിവസം കൊണ്ട് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് ഗ്രാനുൾസ് ആയിരുന്നു. 438.75 എന്ന നിലയിൽ എൻട്രി എടുത്തു 460 ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത്. 4.80% സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് അദാനി പോർട്ട്സ് ആയിരുന്നു. ഫെബ്രുവരി 16 നമ്മൾ 1287 എന്ന നിലയിൽ എൻട്രി എടുത്ത് 1327 വരെ സ്റ്റോക്ക് അപ്പായി നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയുണ്ടായി. ഏകദേശം 3% മുകളിൽ പ്രോഫിറ്റും ലഭിച്ചു. അടുത്തതായി ഇൻട്രാഡേയിൽ വലിയ പ്രോഫിറ്റിലേക്കും നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തതുമായ സ്റ്റോക്കുകളിലേക്ക് വരാം. JBM ഓട്ടോ 2215 എന്ന നിലയിൽ എൻട്രി എടുത്തു 2428 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. ഏകദേശം 9.5% മുകളിലാണ് ഇൻട്രാഡേയിൽ മാത്രം പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് ക്രിസിലായിരുന്നു. 5080 എന്ന നിലയിൽ എൻട്രി എടുത്തു 5200 വരെ സ്റ്റോക്ക് അപ്പായി ടാർഗറ്റ് ഹിറ്റ് ചെയ്തു 2.36% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ഡെൽറ്റ കോർപ്പായിരുന്നു. 144.25 എന്ന നിലയിൽ എൻട്രി എടുത്തു 146.85 എന്ന നില വരെ സ്റ്റോക്ക് അപ്പായി ഏകദേശം 1.5% മുകളിൽ സ്റ്റോക്കിലും നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് RVNL ആയിരുന്നു. 265 എന്ന നിലയിൽ എൻട്രി എടുത്തു 281 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. 6% മുകളിൽ നമുക്ക് സ്റ്റോക്കിൽ പ്രോഫിറ്റായി മാത്രം ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് പോളിസി ബസാർ ആയിരുന്നു. 981 എന്ന നിലയിൽ എൻട്രി എടുത്തു 1029 എന്ന നില വരെ സ്റ്റോക്ക് അപ്പായി നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് അവിടെ ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. 4.80% സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. ഈ അവസാനം പറഞ്ഞ 5 സ്റ്റോക്കുകളും ഇൻട്രാഡേയിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയും വലിയ പ്രോഫിറ്റിലേക്ക് വന്ന സ്റ്റോക്കുകളുമാണ്. ഇനി F&O സെഗ്മെന്റിലേക്ക്. ബോഷ് 27000 നമ്മൾ ഫെബ്രുവരി 14 പറഞ്ഞിരുന്നു. എൻട്രി എടുക്കുന്നത് 27180 എന്ന നിലയിൽ ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് 29000 ആയിരുന്നു. ടാർഗറ്റ് നമുക്ക് ഇന്നലെ ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. ഒത്തിരിയേറെ സ്റ്റോക്കുകൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS 754 കോടി രൂപയ്ക്കാണ് ഇന്നലെ സെല്ല് ചെയ്ത്. DIs ആവട്ടെ 452 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FISന്റെ ക്യാഷ് മാർക്കറ്റിലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ ആക്ടിവിറ്റി പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവർ സെല്ലിംഗ് വലിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നുണ്ടെങ്കിലും ബൈയിങ് ചെറിയ ക്വാണ്ടിറ്റി മാത്രമാണ് അവർ ചെയ്യുന്നത്. US മാർക്കറ്റുകൾ വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത 3 US മാർക്കറ്റുകളും നെഗറ്റീവിലായിരുന്നു ക്ലോസ് ചെയ്ത്. ഇന്നലെ USൽ വാഷിംഗ്ടൺസ് ബർത്ത്ഡേയോടനുബന്ധിച്ച് അവധിയായിരുന്നു. മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ നമുക്ക് കാണിച്ചു തരാൻ US മാർക്കറ്റുകളില്ല. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റുകളുടെ ഫ്യൂച്ചേഴ്സ് ഡൗണിൽ തന്നെയാണ്. ഡൗ ജോൺസ് 0.20% ഇടിവിലും S&P 500 0.21% ഇടിവിലും നാസ്ഡാക്ക് 0.32% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ UK മാർക്കറ്റ് FTSE 0.22% ഉയർന്നായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്ത്. ഫ്രാൻസ് മാർക്കറ്റ് CAC ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.15% ഇടിഞ്ഞുമായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്ത്. പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 0.17% ഉയർന്നത്. ഹെൽത്ത് കെയർ സ്റ്റോക്കുകൾ അവിടെ 0.95% നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. മൈനിങ് സ്റ്റോക്കുകളാണ് അവിടെ ഇടിവിലേക്ക് പോയത്. 1%-ലേറെ ഇടിയുകയുണ്ടായി. മറ്റൊരു കാര്യമുള്ളത് ഷോർട്ട് സെല്ലർ ഹിൻബർഗിൻ്റെ ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നത് ഒരു സ്വിസ് സോഫ്റ്റ്വെയർ കമ്പനി ടെമിനോസുമായി ബന്ധപ്പെട്ടതായിരുന്നു. സ്റ്റോക്ക് ഏകദേശം 30% ഇടിവ് ആ റിപ്പോർട്ടിന് ശേഷം ഉണ്ടാക്കി. എന്നാൽ ഇന്നലെ സ്റ്റോക്ക് ഏകദേശം ഒരു 8% ഒരു റിക്കവറി വന്നിരിക്കുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.14% ഇടിവിലാണ്. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.14% തന്നെ ഇടിവിലും FTSE 0.18% ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ഒരാഴ്ചത്തെ അവധിക്ക് ശേഷം ഓപ്പൺ ചെയ്ത ചൈനീസ് മാർക്കറ്റുകൾ നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്ത്. ടൂറിസം സ്റ്റോക്കുകൾ 1.2% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ചൈനയിൽ നിന്നും പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന ഞായറാഴ്ച പ്രതീക്ഷിച്ചതുപോലെ കീ പോളിസി റേറ്റുകൾ മാറ്റമില്ലാതെ തുടർന്നു. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 22,173.50 എന്ന നിലയിലാണ്. വെറും ഒരു 2 പോയിന്റ്സിൻ്റെയൊക്കെ അപ്സൈഡിലാണ്. ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ തന്നെയാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടിന് തന്നെയാണ് സാധ്യതയുള്ളത്.
അടുത്തത് ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.68% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ കോസ്പി മാർക്കറ്റ് 0.63% ഇടിവിലും, തായ്വാൻ മാർക്കറ്റ് 0.18% നേട്ടത്തിലും, സിംഗപ്പൂർ മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ. US-ൽ പലിശ നിരക്ക് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേഷ്യൻസ് ആവശ്യമാണ് എന്ന് ഫെഡറൽ റിസർവ് ഒഫീഷ്യൽസ് പറഞ്ഞതോടെ ഓയിൽ പ്രൈസുകൾ ഒരു ഇടിവിലേക്ക് പോയി. 0.5% ഇടിവാണ് WTIയും ബ്രൻറ്റും ഉണ്ടാക്കിയത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ബ്രൻറ്റ് ഉള്ളത് $83.52 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.19% നേട്ടത്തിലും, WTI ഉള്ളത് $78.43 പെർ ബാരൽ എന്ന നിലയിൽ 0.27% ഉയർന്നുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ ബ്ലൂംബർഗ്, മിൻറ്റ്, മണി കൺട്രോൾ എന്നിങ്ങനെ ധാരാളം സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ബാക്കിയുള്ള എല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അതൊന്നും ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ കാണരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.